തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കുമുള്ള മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. കരുതലിന്റെ കരങ്ങൾ എന്ന പേരിൽ തൃശൂർ കളക്ടറേറ്റ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS ദുരിതബാധിതർക്കുള്ള ചെക്കുകളുടെ വിതരണം നിർവഹിച്ചു. ദുരന്തത്തിന്റെ മാനസികാഘാതത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള കരുത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ വേദിയിൽ തന്നെ പല അവസരങ്ങളിൽ ഞാൻ ഇവരുമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ളതാണ്. എനിക്ക് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയതും അത് തന്നെയാണ്. ഇങ്ങനൊരു ദുരന്തം നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായതിനു ശേഷം എത്രയോ ആളുകളാണ് സഹായം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഒത്തിരി ആളുകൾ തൃശ്ശൂരിൽ തന്നെയുള്ള ഒത്തിരി ആളുകൾ അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ ഇന്ന് മണപ്പുറം ഫൗണ്ടേഷനാണ് നിങ്ങൾക്ക് സഹായം എത്തിക്കാനായിട്ട് ഇന്നിവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മണപ്പുറം ഫൗണ്ടേഷനിൽ ഞാൻ ഇതിനു മുൻപ് തൃശ്ശൂരിൽ വർക്ക് ചെയ്ത സമയത്ത് കൃഷ്ണദേവി സാറായിരുന്നു കളക്ടറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് കോവിഡിൽ അച്ഛനും അമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരന്റ് മരിച്ചൊരു കുട്ടിക്ക് അവരുടെ +2 വരെയുള്ള വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചെലവുകളും നമ്മൾക്ക് എടുത്തു കൊടുക്കാം എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് സാറാണ് ആരംഭിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ആദ്യം ഒരുപക്ഷെ വിളിച്ചിരിക്കുക മണപ്പുറം ഫൗണ്ടേഷനെ ആയിരിക്കും. ആ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്ന ആ പ്രക്രിയയിലും അതിൻ്റെ ഒരു ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പുതിയ പോസ്റ്റിങ്ങിന് കിട്ടി പോകുന്നത്. അപ്പോൾ മണപ്പുറം ഫൗണ്ടേഷൻ എത്ര നല്ല രീതിയിൽ ജില്ലയിലെ എന്ന് ഞാൻ സ്പെഷ്യലി പറയുന്നത് തൃശ്ശൂരായതുകൊണ്ടാണ്, പക്ഷെ കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള CSR ഇനിഷ്യേറ്റീവ്സ് ഒത്തിരി എടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അവർക്കൊരു പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനമ്മമാരുണ്ട്, ചിലരുടെ സഹോദരങ്ങളാണ് വന്നിരിക്കുന്നത്, ചിലരുടെ സഹോദരിമാരാണ്, കുറച്ച് മക്കൾ ആരുമില്ല. എനിക്ക് തോന്നുന്നു മരണപ്പെട്ടവരിൽ 2 കുടുംബങ്ങൾക്കാണ് കൊച്ചു കുട്ടികളുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഒന്നില്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത കുറച്ച് ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ചുപേര് പ്രായമായവരാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സമയത്തിനോടകം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് അതൊരിക്കലും നിങ്ങളെ വിട്ടുമാറാത്തതാണെങ്കിൽ പോലും നിങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഇതിനോടകം ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ന് ഈ ഒരു ധനസഹായം വിതരണം ചെയ്യുവാനായിട്ട് മുന്നോട്ട് വന്ന മണപ്പുറം ഫൗണ്ടേഷന് ഒരിക്കൽ കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ദുരിതത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് CMD VP നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. ഈ വെടിക്കെട്ട് ദുരന്തം കൊണ്ട് ഇതെല്ലാ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ 16 മരണങ്ങൾ, പിന്നെ പലർക്കും കാര്യമായിട്ടുള്ള അപകടം പറ്റിയ ആളുകളുണ്ട്. അവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളെയും ഇത് ഇവിടെ എത്തിയിട്ടുള്ള ലയൺസ് ക്ലബ് ഭാരവാഹികൾ, പ്രവർത്തകർ, അതുപോലെ മണപ്പുറം ഫിനാൻസിൻ്റെയും മണപ്പുറം ഫൗണ്ടേഷൻ്റെയും ഉദ്യോഗസ്ഥരെ ഞാൻ അധികം ദീർഘിച്ച് സംസാരിക്കുന്നില്ല. കാരണം ബഹുമാനീയ ജില്ലാ കളക്ടർക്ക് വളരെ തിരക്കുകളുണ്ടാവും എല്ലാ ദിവസത്തെയും പോലെ. അതുകൊണ്ട് ഇന്ന് അവർ ആ തിരക്കുകളിൽ ഇവിടെ വരാനും അതുപോലെ ഈ ഹാള് ഇവിടെ അനുവദിച്ചതിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാനായി ആഗ്രഹിക്കുകയാണ്. ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചിതരാകാൻ കഴിയട്ടെയെന്ന് അദ്ദേഹം പറഞ്ഞു. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കോ-പ്രൊമോട്ടർ സുഷമ നന്ദകുമാർ, ഡെപ്യൂട്ടി കളക്ടർ KS നസിയ, ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ, വൈസ് മെൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ MD ഇഗ്നേഷ്യസ്, ലയൺസ് പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സജു ആന്റണി പാത്താടൻ, മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സീനിയർ PROയും ലയൺ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ KM അഷ്റഫ്, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ഷിനിത ആഷിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.